നമസ്കാരം, ധന സ്പേസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LP-UP എക്സാം എഴുതുന്നവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കുന്ന ഒരു സൈക്കോളജി പോർഷൻസിലെ ഒരു പ്രത്യേക കണ്ടൻറ്റാണ് കാൾ റോജേഴ്സിൻ്റെ ആത്മാവബോധ സിദ്ധാന്തം, സെൽഫ് തിയറിയാണ് നമ്മൾ നോക്കുന്നത്. സെൽഫ് തിയറിയാണെന്നിവിടെ നോക്കുക. സെൽഫ് തിയറി, ആത്മാവബോധ സിദ്ധാന്തം, സെൽഫ് തിയറി, ആത്മാവബോധ സിദ്ധാന്തം അതാരുടെയാണ്? കാൾ റോജേഴ്സിൻ്റെയാണ്. കാൾ റോജേഴ്സ് അല്ലേ? കാൾ റോജേഴ്സിൻ്റെയാണെന്ത്? ആത്മാവബോധ സിദ്ധാന്തം, സെൽഫ് തിയറി, സെൽഫ് അല്ലേ? ആത്മബോധം കാൾ റോജേഴ്സിൻ്റെയാണ്. ആത്മാവബോധം കാൾ റോജേഴ്സിൻ്റെയാണ് ആത്മാവബോധ സിദ്ധാന്തം. ഇവിടെ അദ്ദേഹം നോക്കുന്ന എന്താണ്? രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ അധിഷ്ഠിതമായാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്? ആത്മാവബോധ സിദ്ധാന്തത്തിന് രൂപം കൊടുത്തേക്കുന്നത്. അപ്പോൾ ആത്മാവബോധ സിദ്ധാന്തം ആവിഷ്കരിച്ചത്, ഉണ്ടാക്കിയത്, അതിന് രൂപം കൊടുത്തത് ആരാണ്? കാൾ റോജേഴ്സ് ആണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയം എന്തായിരുന്നു? രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന തൻ്റെ ആശയം, രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന ആശയമാണ് ആർക്കുണ്ടായിരുന്നത്? കാൾ റോജേഴ്സിൻ്റെ. ഇവിടെ വന്നത്, അതെങ്ങനെ വന്നത്? ആത്മാവബോധ സിദ്ധാന്തം രൂപീകരിക്കാൻ സഹായകമായത്. ആത്മാവബോധ സിദ്ധാന്തം രൂപീകരിക്കാൻ സഹായമായ എന്ത് ആശയമായിരുന്നു? രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ ആയിരുന്നു. അതുപോലെ അദ്ദേഹം എന്നറിയോ, വ്യക്തിത്വ ഘടനയെ അദ്ദേഹം രണ്ടായി തിരിച്ചിട്ടുണ്ട്, മൂന്ന് ഭാഗം. എത്രയാണ്? 3 എണ്ണം. ഒന്ന്, ജൈവ വ്യവസ്ഥ. ദ ഓർഗാനിസം എങ്ങനെയാണ്? ജൈവ വ്യവസ്ഥ, വ്യക്തിത്വ ഘടനയെ, അതായത് കാൾ റോജേഴ്സ് അല്ലേ? ആത്മാവബോധ സിദ്ധാന്തം കൊണ്ടുവന്നത് കാൾ റോജേഴ്സാണ്. അദ്ദേഹം വ്യക്തിത്വത്തിൻ്റെ ഘടനയെ അല്ലേ എന്തൊക്കെയാക്കിയിട്ടുണ്ട്? ഒന്ന്, ജൈവ വ്യവസ്ഥ എന്താണ്? ഓർഗാനിസം എന്ന് പറയാം. ഓർഗാനിസം, ജീവി അല്ലേ? അതായത് ഒരു വ്യക്തിയുടെ ബോധപൂർവം അബോധപൂർവമായ വ്യവഹാരങ്ങളുടെ ആകത്തുകയെ കാണപ്പെടുന്നതാണെന്ത്? ജൈവ വ്യവസ്ഥ. ആ ഓർഗാനിസം എങ്ങനെയായിരിക്കുന്നു? അതാണെന്ത്? ആ ഓർഗാനിസം എങ്ങനെയാണോ ഇരിക്കുന്നത് അതാണെന്ത്? അതിൻ്റെ ജൈവ വ്യവസ്ഥ. അതായത് ഒരു വ്യക്തിയുടെ ബോധപൂർവമായ കാര്യം, അബോധപൂർവമായ കാര്യം ഇല്ലേ, എല്ലാം കൂടി കാണുന്നതാണെന്ത്? അതിൻ്റെ ആകത്തുകയാണെന്ത്? ജൈവ വ്യവസ്ഥ. ഒരു വ്യക്തിത്വ ഘടന, ജൈവ വ്യവസ്ഥ, ഓർഗാനിസം. അതായത് ഒരു വ്യക്തി എങ്ങനെ ഇരിക്കുന്നു, ബോധമുള്ളപ്പോഴും അബോധമുള്ളപ്പോഴും എങ്ങനെ കാണുന്നു, അതെല്ലാം കൂടി ചേർന്ന ഒന്നാണെന്ത്? അതിൻ്റെ ജൈവ വ്യവസ്ഥ, ഓർഗാനിസം. അപ്പോൾ ആത്മാവബോധ സിദ്ധാന്തം അല്ലേ, ആരാണിത്? കാൾ റോജേഴ്സാണ്. 2 കാര്യങ്ങൾ പറയാം അദ്ദേഹം. എന്താണെന്ന് പറഞ്ഞത്? രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ എന്ന ആശയം അദ്ദേഹത്തുണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ട് രൂപീകരിച്ചു ഇത്. ഇനി അദ്ദേഹം വ്യക്തിത്വ ഘടനയെക്കുറിച്ച് 3ആയി തിരിച്ചു. ഒന്ന്, ജൈവ വ്യവസ്ഥ. അവിടെ ബോധപൂർവം അല്ലേ, ബോധതലമുണ്ട്, അബോധമുണ്ട് അല്ലേ? ബോധപൂർവം അബോധപൂർവമായ എല്ലാ സംഭവങ്ങളും വരുന്നതാണെന്ത്? ജൈവ വ്യവസ്ഥ വരുന്നത്. അത് ആ വ്യക്തിയുടെ ഘടനയെ നിയന്ത്രിക്കുന്നു. ഇനി അടുത്തത് ആത്മാവബോധം. ആത്മാവബോധം. അതായത് ഒരു വ്യക്തി തന്നെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ, അതാണെന്ത്? ആത്മാവബോധം അല്ലേ? ഒരു വ്യക്തി സ്വന്തം കാര്യത്തെപ്പറ്റി പറയുന്നതാണെന്ത്? ആത്മാവിനെപ്പറ്റി, സ്വന്തം കാര്യത്തെപ്പറ്റി പറയുന്നതാണെന്ത്? ആത്മാവബോധം. ഒരു വ്യക്തി സ്വന്തം കാര്യത്തെപ്പറ്റി, തന്നെപ്പറ്റി തന്നെ പറയുന്നു, സ്വന്തമായി തന്നെ പറയുന്നു, ആത്മാവിൽ ആത്മാഗതം, അങ്ങനെ പറയുന്നതാണെന്ത്? ആത്മാവബോധം എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? 3ാമത്തെ കാര്യം എന്താണ്? ആദർശാത്മകമായ ആത്മാവബോധം, ദ ഐഡിയൽ സെൽഫ്. ആദർശാത്മകമായ ബോധം അല്ലേ? 3ാമത്തെ കാര്യമാണെന്ത്? ആദർശാത്മകമായ ആത്മാവബോധം. 1ാമത്തെ എന്തായിരുന്നു? ജൈവ വ്യവസ്ഥ. മീൻസ് ദ ഓർഗാനിസം എങ്ങനെയാണോ ബോധമുള്ളപ്പോഴും അബോധമുള്ളപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾ എന്താണ്? ജൈവ വ്യവസ്ഥയിൽ വരും. നെക്സ്റ്റ് വേണം എന്താ പറഞ്ഞത്? ആത്മാവബോധം, ദ സെൽഫ് അല്ലേ എന്ന് പറഞ്ഞാൽ തന്നെ പറ്റി പറയുന്നത്, സ്വയം പറയുന്നതാണ് അത്. നെക്സ്റ്റ്, താൻ എങ്ങനെ ആകണമെന്ന് അല്ലേ, ഏത് രീതിയിലാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലേ? താൻ ഏത് തരത്തിലാകണമെന്നാണോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് അതാണെന്ത്? ആദർശാത്മകമായ ആത്മാവബോധനം. ആദർശപരമായി അല്ലേ, ഒരു വ്യക്തി ഏത് തരത്തിലാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഏത് തരത്തിൽ ആകണമെന്ന് ആഗ്രഹിക്കുന്നതാണെന്തോന്ന്? ആദർശാത്മകമായ ആത്മാവബോധനം. ഒരു വ്യക്തി ഏത് തരത്തിലാകണമെന്ന് വ്യക്തി ആഗ്രഹിക്കുന്നു, ഏത് വ്യക്തി ആഗ്രഹിക്കുന്നു
അതാണെന്ത് ആദർശാത്മകമായ ആത്മാവബോധനം അല്ലേ. അടുത്തത് ആത്മാവബോധം എന്ന് പറഞ്ഞാൽ സെൽഫ് അല്ലേ, അറിയാം. ആത്മാവബോധനം സെൽഫാണ്. ആദർശാത്മകമായ ആത്മാവബോധനം എന്താണ്? ഐഡിയൽ സെൽഫ് അല്ലേ. ഇവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വ്യക്തിത്വത്തിൽ വൈകല്യമുണ്ടാക്കും എന്ന് പറഞ്ഞത് സിദ്ധാന്തമുണ്ടാക്കിയത് ആരാണ്? കാൾ രാജേഴ്സാണ്. സിദ്ധാന്തമുണ്ടാക്കിയവരാണ് കാൾ രാജേഴ്സ്. അതായത് ആത്മാവബോധം സെൽഫും അതുപോലെ എന്താണ് ഐഡിയൽ സെൽഫും ആദർശാത്മകമായ ആത്മാവബോധവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വ്യക്തിത്വത്തിൽ എന്തുണ്ടാക്കുന്നു? വൈകല്യമുണ്ടാക്കുന്നു. അതാണ് ആര് പറഞ്ഞത്? കാൾ രാജേഴ്സ് പറഞ്ഞത്. ആത്മാവബോധവും ആദർശാത്മകമായ ബോധം അല്ലേ, ആത്മാവബോധം ഇവ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വ്യക്തിത്വത്തിൽ എന്തുണ്ടാക്കുന്നു? വൈകല്യമുണ്ടാക്കുന്നു. അതാണെന്ത് ആര് പറയുന്നത്? കാൾ രാജേഴ്സ്. ആത്മാവബോധത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആരാണ്? കാൾ രാജേഴ്സ് അല്ലേ, കാൾ രാജേഴ്സ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അഹം സെൽഫും ആദർശാത്മക അഹവും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണ് വ്യക്തിത്വത്തിൻ്റെ വൈകല്യങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞ ആരാണ്? കാൾ രാജേഴ്സ്. അത് UPക്ക് ചോദിച്ചാണ് അല്ലേ, UPക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ഒന്നാണെന്ത്? മാനവികതാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? മാനവികതാവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അതിൻ്റെ കാരണക്കാരാണ്? അബ്രഹാം മാസ്ലോ എന്ന മനഃശാസ്ത്ര ചിന്തധാരയുടെ വക്താവ് ആരാണ്? മാനവികതാവാദം. അബ്രഹാം മാസ്ലോ ഏതിൻ്റെയാണ്? അതായത് മാനവികതാവാദത്തിൻ്റെ പ്രൊഡ്യൂസർ ആരാണ്? അബ്രഹാം മാസ്ലോ അല്ലേ. അദ്ദേഹം കൊണ്ടുവരുന്നതാണെന്ത്? അബ്രഹാം മാസ്ലോയുടെയാണ് മാനവികതാവാദം. അബ്രഹാം മാസ്ലോവിൻ്റെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തമാണെന്ത് വരുന്നത്? അബ്രഹാം മാസ്ലോവിൻ്റെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര ചിന്താധാര അല്ലേ വക്താവാണ് ഏതിൻ്റെ? മാനവികതാവാദം അല്ലേ. അപ്പോൾ അബ്രഹാം മാസ്ലോ ഓർക്കുമ്പോൾ എന്താ പറയുക നമ്മൾ? മാനവികതാവാദം പറയാം. മാനവികതാവാദം ഈക്വൽ ടു ആരാണ്? അബ്രഹാം മാസ്ലോ. അതായത് അദ്ദേഹം എന്ത് ചെയ്തു? ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം നേടണമെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹമാണ്. ഇനി മനുഷ്യൻ്റെ വികാസപരമായ ആശയങ്ങളെ അല്ലേ ആവശ്യങ്ങളെയെല്ലാം ശ്രേണി ചിത്രീകരിച്ചു. അതാണ് എൻ്റെ മെയിൻ പോയിൻറ്റ്. ഇവിടെ എത്രയൊക്കെ പറഞ്ഞാലും മാനവികതാവാദം പറയുമ്പോൾ അബ്രഹാം മാസ്ലോ എന്നൊക്കെ ഓർത്തിരിക്കാം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ വികാസപരമായ ഒരു മനുഷ്യൻ വികസിക്കുന്നു പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് അല്ലേ, ശാരീരിക വികാസം ഇല്ലേ, ബുദ്ധിവികാസം, എല്ലാ വികാസങ്ങളും ഒരു മനുഷ്യൻ്റെ വികാസപരമായ ആവശ്യങ്ങൾ അല്ലെ, കുറേയധികം വികാസങ്ങളുണ്ട് അവർക്ക് അല്ലേ. അത് ഏതൊക്കെ വികാസങ്ങളാണ്? മനുഷ്യൻ്റെ വികാസപരമായ ആവശ്യങ്ങളെ ശ്രേണിയായി ചിത്രീകരിച്ചതാരാണ്? അബ്രഹാം മാസ്ലോ ആണ്. വികാസപരമായ ആവശ്യങ്ങൾ കുറേയേറെ ആവശ്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെ ആവശ്യങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ ആവശ്യങ്ങളാണ് ഒന്ന് നോക്കാം. വരുന്നു. ഒന്ന് ആത്മയാഥാർത്ഥ്യവൽക്കരണം. പിന്നെ വ്യക്തിത്വം. നെക്സ്റ്റ് വൺ വരുന്നത് ആദരം, ദെൻ സ്നേഹബന്ധം, ദെൻ സുരക്ഷിതത്വം, പിന്നീട് ശാരീരികം. അപ്പം ഇതൊരു ട്രയാങ്കിൾ പോലെയാണ് വരിക അല്ലേ. ഏറ്റവും താഴെ എന്താണ്? ശാരീരികമായി വരിക അല്ലേ. അതാണ് ഏറ്റവും ശാരീരികം, കായികപരമായ കാര്യങ്ങളാണ് വരിക. പിന്നെയാണ് അവരുടെ സുരക്ഷിതത്വം വരിക. ശാരീരികം, സുരക്ഷിതത്വം വരുന്നു. പിന്നീടാണ് സ്നേഹബന്ധങ്ങൾ വരിക. പിന്നീടാണ് ആദരം വരിക. നെക്സ്റ്റാണ് അവരുടെ വ്യക്തിത്വം കാണിക്കുക. അടുത്തതെന്താണ്? സത്യാവിഷ്കാരം, ആത്മയാഥാർത്ഥ്യവൽക്കരണം, പറയുന്നത് അല്ലേ, സത്വം, അവിടെ സത്വം കാണിക്കുന്നത്. അപ്പോൾ ഒരു സമായോജനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഏതൊക്കെയാണ്? എല്ലാത്തരം ആവശ്യങ്ങൾ അല്ലേ, എല്ലാ ആവശ്യങ്ങളും കൂടി ഒരു വ്യക്തി വികസിക്കാൻ ആവശ്യമായ എല്ലാ ആവശ്യങ്ങളും കൂടി വരുന്നത് എപ്പോഴാണ്? ഒന്ന് ശാരീരികം, കായികം. പിന്നെ എന്താണ്? സുരക്ഷിതത്വമാണ് വരിക. പിന്നൊന്നെന്താണ്? സ്നേഹബന്ധങ്ങളെക്കുറിച്ചാണ്. അടുത്തെന്താ വരിക? ആദരവിനെക്കുറിച്ചാണ് വരിക. പിന്നെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് വരിക. ഏറ്റവും മുകളിൽ ആര് നിൽക്കുന്നു? ആത്മയാഥാർത്ഥ്യവൽക്കരണം അല്ലേ, ആത്മയാഥാർത്ഥ്യവൽക്കരണം നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരയിൽ ഒന്നാം സ്ഥാനം ഏതിനായിരിക്കും? ഒരു പോയിൻ്റാണത്. ഒന്നാം സ്ഥാനം ഏതിനായിരുന്നു?
ഒന്നാം സ്ഥാനം ഏതിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്? ചേഷ്ടാവാദം. നോക്കി വെക്കുക, ചേഷ്ടാവാദം. മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനഃശാസ്ത്ര ചിന്താധാരയിൽ ഒന്നാം സ്ഥാനം ഏതിനാണ്? ചേഷ്ടാവാദത്തിനാണ്. ഓക്കെ, അപ്പം മാസ്ലോ ചേഷ്ടാവാദത്തെയും മനോവിശ്ലേഷണ സിദ്ധാന്തത്തെയും എതിർത്തതിന് കാരണം എന്താണ്? മനുഷ്യനെ മൃഗതുല്യം കണ്ടതുകൊണ്ടാണ്. ഒരു പോയിന്റ്. മാസ്ലോയുടെ അഭിപ്രായത്തിൽ മനോവിശ്ലേഷണ സിദ്ധാന്തവും എതിർത്ത് അദ്ദേഹം, ചേഷ്ടാവാദം എതിർത്തു, മനോവിശ്ലേഷണ സിദ്ധാന്തവും എതിർത്തു അദ്ദേഹം. കാരണം മനുഷ്യനെ മൃഗതുല്യം കണ്ടതുകൊണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സുരക്ഷിതത്വം ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും, ഇവിടെ നോക്കാം, അഭിമാനബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിൽ ക്രമീകരിച്ചിട്ടുള്ള ആരാണ്? ഓപ്ഷൻ സി വരുന്നത്, ചോദ്യം എന്തായിരുന്നു? സുരക്ഷിതത്വം ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അഭിമാനബോധവും ബന്ധപ്പെട്ട, അതിനിടയിൽ വരുന്ന ആരാണ്? വൈജ്ഞാനിക ആവശ്യങ്ങളുണ്ട്, ശാരീരിക ആവശ്യങ്ങളുണ്ട്, ആത്മസാക്ഷാത്കാരവും ബന്ധപ്പെട്ട ആവശ്യമുണ്ട്, സ്നേഹവും ബന്ധപ്പെട്ട കാര്യമുണ്ട്. ചോദ്യം എന്തായിരുന്നു? സുരക്ഷിതത്വത്തിനും അഭിമാനബോധത്തിനും ഇടയ്ക്കുള്ള എന്തായിരുന്നു? നമുക്കിവിടെ എന്തേ പറയും? സുരക്ഷിതത്വം, അഭിമാനം അല്ലേ, ആദരിക്കുക, അഭിമാനിക്കുക. അപ്പോൾ ഇടയ്ക്ക് മുൻപ് വരുന്നത് സ്നേഹബന്ധം അല്ലേ? ആൻസർ അപ്പോൾ എന്താണ്? സ്നേഹബന്ധം. അപ്പം ഈ ഓർഡർ നോക്കി വെക്കുക അല്ലേ? ശാരീരികം, സുരക്ഷിതത്വം, സ്നേഹബന്ധങ്ങൾ, ആദരം, വ്യക്തിത്വം, ആത്മയാഥാർത്ഥ്യവൽക്കരണം, സ്വത്താവിഷ്കരണം, ആത്മയാഥാർത്ഥ്യവൽക്കരണം. ഓക്കെ അല്ലേ? ഇത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. ശാരീരികം, സുരക്ഷിതം, സ്നേഹബന്ധം, ആദരം, വ്യക്തിത്വം, ആത്മയാഥാർത്ഥ്യം. ശാരീരികം അല്ലേ, കായികപരമായി സുരക്ഷിതത്വം കിട്ടുന്നു, പിന്നെ അവർക്ക് സ്നേഹബന്ധം വേണം, ആദരിക്കുന്നു, വ്യക്തിത്വം ആദരിക്കപ്പെടുന്നു, ആത്മയാഥാർത്ഥ്യമാകുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന്, ഏത് കോൾ രാജേസിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. വേറൊന്നാണ് സ്വത്ത് സാക്ഷാത്കാരം, ഏറ്റവും എളുത്തത്. സ്വത്ത് സാക്ഷാത്കാരം സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അബ്രഹാം മാസ്ലോ ആണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.